കണ്ണനെ തൊഴുതേ. കണ്ണാ, കാക്കനെ കണ്ണാ, വാവുണ്ടാവല്ലേ കണ്ണാ, സാധിക്കണേ കണ്ണാ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഒരു ഡേ ഇൻ കുഞ്ഞാമീസ് ലൈഫ് കാണിക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് അവളുടെ റുട്ടീനൊക്കെ കറക്റ്റാക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം രാവിലെ തന്നെ ഞാൻ കുളിപ്പിച്ചു വിട്ടു അവളെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു. നോർമലി ഇത്രയും നേരത്തെ കുളിപ്പിക്കലില്ല, കാരണം നല്ല തണുപ്പായിരിക്കുമല്ലോ. പിന്നെ ഞാൻ അവൾക്ക് യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് ഫ്ലൂറൈഡ് ഫ്രീ ആയിട്ടുള്ള ഒരു ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ. ബേബീസിന് നമ്മൾ യൂഷ്വലി അതാണല്ലോ യൂസ് ചെയ്യുന്നത്. പിന്നെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കോട്ടക്കലിൻ്റെ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ പുറത്തേക്ക് പോകാനെ കൊണ്ട് ജോൺസൺസ് ബേബീൻ്റെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സെറ്റാഫിലിൻ്റെ സോപ്പാണ് കേട്ടോ യൂസ് ചെയ്യാറ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തി ആയിരുന്നു. രാവിലെ നമ്മൾ നേരത്തെ എണീറ്റിട്ടാണ് പോകുന്നത് കേട്ടോ. ഇന്ന് പൂജയുണ്ട് അവിടെ. നമ്മുടെ അച്ഛനാണ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വർഷത്തിൽ പൂരത്തിൻ്റെ ടൈം ആകുമ്പോൾ നമ്മുടെ ചീരൻകുഴി അമ്പലം ഉണ്ട് ഇവിടെ. അവിടെ അച്ഛൻ സ്പോൺസർ ചെയ്യലുണ്ട് പൂജ. അപ്പം നമ്മളാണ് അവിടെ ഇന്ന് പൂജ സ്പോൺസർ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊരു 8:30-9 മണിയുടെ ഉള്ളിലാണ് കേട്ടോ കൊടുത്തത്. നമ്മൾ മക്കൾക്ക് എപ്പോഴും ആ ഒരു 9 മണിയുടെ ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമായിരിക്കും നല്ലത്. അങ്ങനെ ഇതാ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ചീരൻകുഴി അമ്പലത്തിൽ ഷഷ്ടിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികളും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഞാൻ ഡാൻസൊക്കെ ചെയ്യലുണ്ട് ഇവിടെ, ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ കളിക്കാൻ പോകുന്നത്. പിന്നെ ഇതൊക്കെ ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ പ്രസാദം. അപ്പോൾ അതൊക്കെ കഴിച്ച് കുഞ്ഞാമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ നമ്മൾ നെയ്ബേഴ്സിനും റിലേറ്റീവ്സിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഡാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. എൻ്റെ പാഷനായിരുന്നു ഡാൻസ്. ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന ഇഷ്ടത്തോടു കൂടി ചെയ്തിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഡാൻസ് ആയിരുന്നു. അതും ഞാനും എൻ്റെ ചേച്ചിയും ഒരുപാട് സ്റ്റേജസ് ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. പ്രഗ്നൻ്റ് ഒക്കെ ആയതിനു ശേഷം പിന്നെ ഞാൻ UK പോയല്ലോ. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഇതാ ഇപ്പം ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് വീണ്ടും. ഫിസിക്കലി ഞാൻ പ്രിപ്പയർഡ് ആണോ ചോദിച്ചാൽ അത്രയല്ല, പക്ഷേ മെൻ്റലി എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അതിന് പുറത്താണ് കേട്ടോ എപ്പോഴും ഞാൻ കളിക്കാൻ നിൽക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടു. ഇതാണ് കേട്ടോ കുഞ്ഞാമ്മയ്ക്ക് യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ. ഇത് ഞാൻ UK കൊണ്ടുവന്നതാണ്. ഇവിടുത്തെ ഏത് പ്രൊഡക്ട്സ് അവൾക്ക് യൂസ് ചെയ്തിട്ടും അത്ര പറ്റുന്നുണ്ടായില്ല. സ്കിന്നിന് അത്ര സ്യൂട്ടാവുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ഡ്രൈ ആവുന്നു, പിന്നെ റാഷസും ഒക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോൺസൺസ് ബേബി പ്രൊഡക്ട്സിന് നല്ല രീതിക്ക് ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇവിടെയും പിന്നെ UK ഇവിടെ എനിക്ക് ഡ്യൂപ്പാന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും ഡിഫറൻസ് ആണ്. പിന്നെ ഈ ഒരു ബേബി പെർഫ്യൂമാണ് ഞാൻ കുഞ്ഞാമ്മയ്ക്ക് യൂസ് ചെയ്യുന്നത്. അടിപൊളിയാണ് ചിക്കുൻ്റെ. ഇത് നമുക്ക് കുളിക്കുന്ന വെള്ളത്തിൽ ഡ്രോപ്സ് ഒറ്റിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ കുഞ്ഞാമ്മയ്ക്ക് ന്യൂ സൈക്കിൾ വാങ്ങിച്ചത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എപ്പോഴും അതിൻ്റെ മേലെയാണ് 24 hours അതിലിരിക്കണം പറഞ്ഞു നടക്കും. നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ പോലും ഇപ്പോൾ സൈക്കിളുമ്മ കയറ്റി ടാറ്റ പോവാം എന്നൊക്കെ പറഞ്ഞാലാണ് ഫുഡ് കഴിപ്പിക്കുന്നത്. ചിലപ്പോൾ അവൾക്ക് അങ്ങനെ മടിയുള്ള കൂട്ടത്തിലല്ല, എന്നാലും മടി വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ കഴിപ്പിക്കുന്നത് കേട്ടോ.
പിന്നെ ഒരു 11:30 നമ്മൾ അവൾക്ക് മിഡ് മോർണിംഗ് സ്നാക്ക് കൊടുത്തു. അത് ഗോതമ്പ് ഉപ്മാവാണ് ട്ടോ. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇഷ്ടപ്പെടില്ല എന്നാണ് വിചാരിച്ചത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ്. റവ ഉപ്മാവ് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് ഉപ്മാവ് ഫസ്റ്റ് ടൈമാണ്. അത് ഭയങ്കര ഇഷ്ടായിട്ടോ. അവള് ഭക്ഷണം കഴിക്കാൻ അങ്ങനെ മടിയുള്ള കുട്ടിയൊന്നും അല്ല ട്ടോ. പക്ഷെ എല്ലാവരും ഇങ്ങനെ പറയലുണ്ട്, "എന്താ ശരീരം ഇങ്ങനെ" എന്നൊക്കെ പറയലുണ്ട്. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യലില്ല. കാരണം അവള് ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് പ്രധാനം. അവള് നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവള് ആക്റ്റീവാണ്. വേറെ ഒരു കുഴപ്പങ്ങളും ഇല്ല. അപ്പൊ പിന്നെ തടി എന്നുള്ളതിൽ ഒരു അർത്ഥവും ഇല്ല ട്ടോ. കൂടുതലും തടി ഇല്ലാത്തവരാണ് ചോദിക്കല്, "എന്താ തടിയൊന്നും ഇല്ലല്ലോന്ന്?" അപ്പൊ നമുക്ക് കേൾക്കുമ്പോ തന്നെ ചിരി വരും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റണ കാര്യം ഇപ്പുറത്തെ ചെവിക്കൂടെ കേട്ടിട്ട് അപ്പുറത്തെ ചെവിക്കൂടെ വിടാം. ഓക്കെ. പിന്നെ അവള് പാല് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊടുക്കാൻ നോക്കി. പക്ഷെ അവള് കുടിച്ചൊന്നുമില്ല. ചുമ്മാ പറഞ്ഞതാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ അവൾക്ക് കുറച്ച് ബുക്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതില് നമുക്ക് കുറെ ഇൻസെക്ട്സ്, ബേർഡ്സ്, അനിമൽസ് അങ്ങനെയൊക്കെ കുറച്ചിങ്ങനെ പിക്ചേഴ്സ് ഒക്കെ കണ്ട് ജസ്റ്റ് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ക്യാച്ച് ചെയ്യണ ഒരു ക്യാരക്ടറാണ്. എല്ലാം പെട്ടെന്ന് മനസ്സിലാവും. അതെന്ത് കാര്യമാണെങ്കിൽ പോലും അവള് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ട്ടോ. നമ്മൾ ഒരു തവണ അവളോട് പറഞ്ഞാൽ മതി, ഇത് ചെയ്യൂ അത് ചെയ്യൂ. പിന്നെ നമ്മൾ ഒരു തവണ പറഞ്ഞാൽ തന്നെ അവൾക്ക് എല്ലാം മനസ്സിലാവും. പിന്നെ ഈ ബുക്സൊക്കെ ഇവക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ ബുക്സൊക്കെ എൻ്റെ അമ്മ പണ്ടേ എടുത്തു വെച്ച ബുക്സാണ്. ഞാനും എൻ്റെ ഓപ്പ എന്ന് പറഞ്ഞ എൻ്റെ ബ്രദറാണ്, ഓപ്പയും യൂസ് ചെയ്ത ബുക്സൊക്കെയാണത്. അതിന്നും അതേപോലെ നല്ല വൃത്തിക്ക്, ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് നല്ല യൂസ്ഫുള്ളായി. അപ്പോൾ എന്തായാലും ഈ ഒരു ഏജിൽ മക്കൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞാമ്മി കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ നമുക്ക് ഉച്ചയൂണിന് നല്ല മീൻകറി ആൻഡ് പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിച്ചു. അവൾക്ക് മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ അച്ഛൻ്റെ അതേപോലെയാണ്. അവളുടെ അച്ഛയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ കറി, പപ്പടം. അതൊക്കെ തന്നെയാണ് അവളുടെയും ഇഷ്ടം ഉള്ള ഫുഡ് ഐറ്റംസ് കേട്ടോ. പിന്നെ ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തത് 1:30 മുന്നെയാണ്. പിന്നെ നമ്മൾ ഓരോ ഫുഡ് കൊടുക്കുമ്പോഴും, ഓരോ നേരം ഫുഡ് കൊടുക്കുമ്പോഴും, ഇപ്പം ഞാൻ അവൾക്ക് 5 തവണയാണ് കൊടുക്കാറുള്ളത്. 3 മീൽസായിട്ടും പിന്നെ 2 സ്നാക്കായിട്ടും. അപ്പോൾ ഓരോ ഫുഡിനും മിനിമം ഗ്യാപ്പ് ഒരു 2 hours വേണം. അല്ലെങ്കിൽ അത് അവരുടെ ദഹനത്തിനും പിന്നെ ഭക്ഷണം കഴിക്കാതെ വരും ഒക്കെ ഉണ്ടാവും ട്ടോ. വയറ് നിറഞ്ഞാ? ഇനി അമ്മമ്മയുടെ ഒന്നും വേണം കുഞ്ഞുവിന്? അത് ഫുള്ളായല്ലോ. വയറ് നിറഞ്ഞാ? നിറഞ്ഞാ? ഒമ്പോ കുമ്പ് വീത്തല്ലോ. ഓ കമ്മല് പൊട്ട് കുഞ്ഞാമിക്കൊരു പൊട്ട്. അങ്ങനെ അവളുടെ കൊച്ചുവായിലെ വർത്താനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈവനിങ് സ്നാക്ക് കൊടുക്കേണ്ട ടൈമായിട്ടോ. അപ്പം ഞാൻ കൊടുക്കുന്നത് ഓട്സും പിന്നെ അതിൽ കുറച്ച് ഏലക്ക ഇട്ടു, പിന്നെ പാലൊഴിച്ചിട്ടാണ് കൊടുക്കുന്നത്. വേണമെങ്കിൽ മധുരം ഇടാം, പക്ഷെ ഞാൻ മധുരം ഇട്ടിട്ടില്ല. അത്ര നല്ലതല്ലല്ലോ. അപ്പം ഞാൻ മധുരം ഇട്ടിട്ടില്ല. വേണമെങ്കിൽ മധുരം ചേർക്കാം, അല്ലെങ്കിൽ ചില ബേബീസിന് അത് ഇഷ്ടപ്പെടില്ല. കുഞ്ഞാമ്മ പിന്നെ കഴിച്ചോളും. പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കുറുക്കി എടുത്തിട്ട് ഞാൻ കുറച്ച് പഴവും കൊടുക്കുന്നുണ്ട് കേട്ടോ. പഴം നെയ്യിൽ വാട്ടി കൊടുക്കുന്നത് അത്രയും നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റ് കുറവുള്ള മക്കൾക്കൊക്കെ നമ്മൾ നെയ്യിൽ വാട്ടി പഴം കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് എഫക്റ്റീവാണ് കേട്ടോ. പിന്നെ ഇവിടെ പള്ളിപ്പെരുന്നാളാണ് കേട്ടോ പേരാമംഗലത്ത്. അപ്പം അതിനോടനുബന്ധിച്ച് അമ്പ് വന്നതാണ്. ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാമ്മിക്ക് പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഡാൻസും അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല രീതിക്ക് എൻജോയ് ചെയ്യും അവൾ. പിന്നെ നൈറ്റും നമ്മൾ ചോറ് തന്നെയാണ് കേട്ടോ കൊടുത്തത്. അത് കഴിഞ്ഞ് കുഞ്ഞാമ്മീനെ പുറത്തൊന്ന് കൊണ്ടുപോയി. പള്ളിപ്പെരുന്നാളൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അവളെന്നെ പുറത്ത് കൊണ്ടുപോയി. അവൾ ശരിക്കും എൻജോയ് ചെയ്തു. എല്ലാം കാഴ്ചകളും കണ്ട് ആൾക്കാരൊക്കെ കണ്ട് എല്ലാവരായിട്ടും കമ്പനി ആയി നല്ല രീതിക്ക് എൻജോയ് ചെയ്തു കേട്ടോ. അവൾക്ക് അങ്ങനെ പരിചയക്കേടൊന്നുമില്ല കേട്ടോ. എല്ലാവരായിട്ടും
പെട്ടെന്ന് കമ്പനിയാവും. പിന്നെ അവിടെ ഒരു ടീംസായിട്ട് നല്ല കമ്പനിയായി. പിന്നെ തിരിച്ചു പോരുമ്പോഴൊക്കെ നല്ല കരച്ചിലും വാശിയൊക്കെ ആയിരുന്നു അവരെ വിട്ടു പോണേന്. പെരുന്നാള് നല്ല ഗ്രാൻഡായിരുന്നു ട്ടോ. ഇപ്പൊ പുതിയ പുതിയ ഐറ്റംസൊക്കെ ഇറക്കുന്നുണ്ടല്ലോ ആൾക്കാര്. എന്താ പറയാ, ടോയ്സിന്റെ രൂപത്തില് വേഷമൊക്കെ കെട്ടി പിള്ളേർക്കൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമായിരിക്കും. നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ കുഞ്ഞാമ്മയുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ കേട്ടോ. ഈ ഒരു ഫുഡ് റുട്ടീൻ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെൽത്തി റുട്ടീൻ നമ്മുടെ ബേബീസിൻ്റെ ലൈഫിൽ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഈ വെയിറ്റ് ഗെയിന് വേണ്ടി ട്രൈ ചെയ്യുന്ന അമ്മമാർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഈ 2 hour ഗ്യാപ്പ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ദഹനത്തിനൊക്കെ ബാധിക്കണ കാര്യമാണ്. അവർക്ക് കറക്റ്റായിട്ട് വിശക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നൈറ്റ് കിടക്കാൻ നേരത്ത് ഒരു വാം ബാത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് അവർക്ക് ഉറങ്ങാനൊക്കെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഉറക്കം എന്ന് പറയണ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ബേബീസിന്. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ.